യോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ ഗംഗേട്ടനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇന്നു മുതൽ പ്രവർത്തിക്കുന്നത്. Okay. ഗംഗേട്ടൻ നമ്മളോട് സംസാരിക്കും. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 10-22 വർഷത്തോളമായി പാർട്ടിയുടെ ബ്രാഞ്ച് അംഗത്വമുള്ള ആളും ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നത്. അതിൽ പാർട്ടി തന്നെ നിയോഗിച്ചതുപോലെ തന്നെ ഞാൻ മത്സരിക്കുകയും അവിടുത്തെ മെമ്പറാവുകയും പ്രസിഡന്റാവുകയും ചെയ്തു. പക്ഷേ ഈ മെമ്പർ സ്ഥാനം വഹിച്ചുകൊണ്ട് പുൽപ്പള്ളി മുഴുവൻ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം ഏകീകരിച്ച് എല്ലാ ജനങ്ങളും പഞ്ചായത്തിന്റെ എല്ലാ ജനങ്ങളോടും പഞ്ചായത്തിന്റെ അധ്യക്ഷനാണ് എന്നുള്ള നിലയിൽ എല്ലാവരുമായ പൊതുപ്രവർത്തനം നല്ല ചുറ്റുവട്ടമായി കൊണ്ടുപോകണമെന്ന താല്പര്യത്തോടു കൂടിയാണ് ഞാൻ പഞ്ചായത്ത് സ്ഥാനം ഏറ്റെടുക്കുന്നത്. എന്നിരുന്നാൽ പാർട്ടിയുടെ ചില വ്യക്തികളുടെ താല്പര്യപ്രകാരം അവർ പറയുന്നത് കേട്ടനുസരിച്ച് കൊണ്ടുപോകണം, പാർട്ടി പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ, പാർട്ടി പറയുന്ന പ്രവൃത്തികളിൽ മറ്റുള്ള വാർഡുകളിൽ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള ആജ്ഞാശക്തികൾ വീണ്ടും വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകാലം എന്റെ പ്രതിരോധം പാർട്ടിയോട് അറിയിക്കുകയും എനിക്കിങ്ങനെ സാധ്യമല്ല, എനിക്ക് പഞ്ചായത്തിൽ എല്ലാ വാർഡുകളും എല്ലാ ജനങ്ങളും എല്ലാവരും ഞാൻ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു അധ്യക്ഷനാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പറഞ്ഞപ്പോൾ പാർട്ടിയെ എന്നെ മാറ്റി നിർത്തുകയും പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്യുകയുണ്ടായി. നമ്മൾ കാണുന്ന വികസനം കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ പുൽപ്പള്ളിയിലെ ആൾക്കാർ അവർക്ക് വേണ്ട വികസനം എന്താണോ, അവരുടെ താല്പര്യം എന്താണോ, അവരുടെ കുറച്ച് ആൾക്കാരെ കൂടെ ചേർത്തി അവരൊരു വിഭാഗതി ഉണ്ടാക്കി അതിൽ അവർക്ക് എതിർപ്പ് പറയുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യം മുഖത്ത് നോക്കി പറയുന്നവരെ മാറ്റി നിർത്തുകയാണ് ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുൽപ്പള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിച്ചാൽ അറിയാം, അവിടുത്തെ AC മെമ്പർ മാറി നിൽക്കുന്നു, പഴയ ഒരു LC സെക്രട്ടറി അയാളെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഒരുപാട് വിഭാഗീയതയുടെ പേരിൽ പല ആൾക്കാരും പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗമായി നിന്നതുകൊണ്ടല്ല, എന്നിരുന്നാലും ഞാൻ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട പ്രവൃത്തികൾ ഏറ്റെടുത്ത് പറയുമ്പോൾ അവർ എന്നെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഈ സ്കൂട്ടനി കാലഘട്ടത്തിൽ അടുത്ത ഈ മുൻ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് അവരോട് പറയുകയുണ്ടായി. എന്നിരുന്നാലും അതിന്റെ സമൂഹ നേതാക്കന്മാരെല്ലാം എന്നോട് ആജ്ഞാപിച്ചു, എന്നോട് പറഞ്ഞു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ തീയതി ഒന്നാണ്, എനിക്ക് ഇങ്ങനെ സമീപിച്ചു പോകാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. അന്ന് തൊട്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പഞ്ചായത്തിൽ 5 കൊല്ലം ഭരിച്ചത് കാരണം എനിക്ക് പഞ്ചായത്തിന്റെ വികസനം എന്താണ്, ആരാണ് വികസനം ചെയ്യുന്നത് എന്നും എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ അവിടെ നമ്മുടെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളെല്ലാം വരികയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇങ്ങനെ പല കേന്ദ്ര ഫണ്ടുകളും ജനങ്ങളുടെ മുമ്പിൽ അവർ എത്തിക്കുന്നില്ല. സിമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്ന കുടിവെള്ളം, ജലജീവൻ പദ്ധതി, ഈ ഫണ്ട് അത് ആരാണോ തന്നത് എന്ന് ചോദിച്ചാൽ പുൽപ്പള്ളിയിലെ ജനങ്ങളും സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം നമ്മൾ തന്നു, പഞ്ചായത്ത് തന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാർ തന്നു എന്നാണ്. അതിന്റെ പാതി ഫണ്ട് 60% ഫണ്ട് നമ്മുടെ കേന്ദ്ര ആവിഷ്കരണ ഫണ്ടാണ്. ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ ഈ വികസനങ്ങളെല്ലാം ഞാൻ ചില ചർച്ചകളിൽ മുന്നിലിടുമ്പോൾ നിങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല, അത് കേന്ദ്രാവിഷ്കൃത, അത് നിങ്ങൾ പറയില്ല, പഞ്ചായത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയും. അപ്പൊ ഞാൻ അതിനെല്ലാം തടസ്സമായിരുന്നു. ആര് തരുന്നോ മറ്റൊരാളുടെ ആഹാരം കഴിച്ച് അവർക്ക് കുറ്റം പറയുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പല കാര്യങ്ങളിലും വിഭിന്നമായി ചർച്ചകൾ വന്ന് ഞാനും പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യസ്ത നിലപാടുകളിലേക്ക് പോയി. ആ നിലപാടിൽ എനിക്ക് യോജിക്കാതെ പറ്റാതെയായി.
അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ നല്ല വികസിത കേരളം എന്നുള്ള ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവിടെ വരുന്ന ബുക്കുകളും പല ബുക്കുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കാൻ സാധിക്കുകയും അതിൽ എങ്ങനെയെല്ലാമാണ് വികസനങ്ങൾ കൊണ്ടുപോകേണ്ടത്, ആരാണ് കൂടുതൽ വികസനം നമ്മുടെ നാട്ടിലേക്ക് വേണ്ടത് എന്നുള്ള ആശയം മനസ്സിലാക്കി കയറണം. ഞാൻ ബിജെപിയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്നൊരു താല്പര്യത്തോടുകൂടി സമുന്നതരായ BJP നേതാക്കന്മാരോട് ഞാൻ സൂചന കൊടുത്തു. അപ്പോൾ അവരോട് സൂചിപ്പിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഞാൻ എടുക്കാമെന്ന് അവരോട് ബോധ്യപ്പെടുത്തി. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി ആലോചിച്ച ശേഷം പറയാമെന്ന് പറയുകയും അവർ കൂടി ആലോചിച്ച് എനിക്ക് ഒരു മെമ്പർഷിപ്പ് തരാനുള്ള സാഹചര്യമുണ്ട്, ഞങ്ങൾ വന്ന് തരാമെന്ന് പറഞ്ഞതും അപ്പോൾ അതിന്റെ എല്ലാവരുടെയും സഹായത്തിൽ ഞാൻ പറഞ്ഞത് അവർ കേൾക്കുകയും എനിക്ക് മെമ്പർഷിപ്പിനുള്ള തരാനുള്ള ഒരു ഇത് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നിവിടെ ജില്ലാ പ്രസിഡന്റ് കയ്യിൽ നിന്നും ഒരു മെമ്പർഷിപ്പ് വാങ്ങാനുള്ള വലിയൊരു ഭാഗ്യവും ഒരു കടപ്പാടും നയിക്കും. എനിക്ക് കുറച്ച് സമയമാണെങ്കിലും ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി BJPക്ക് വേണ്ടി എന്റെ ഇനിയുള്ള ബാക്കി കാലങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ പുൽപ്പുള്ളിയിലുള്ള ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ BJPയുടെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ പാതയിൽ നരേന്ദ്രമോദിജിയുടെ വികസന കേരളം എന്ന പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു താല്പര്യമുണ്ട്. അതിനെ എന്നോടൊപ്പം എന്നെ ഇത്ര നല്ല രീതിയിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയും എനിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം നൽകുകയും എനിക്കൊരു മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു കൃതജ്ഞയും കടപ്പാടും കൃതജ്ഞയും പറഞ്ഞുകൊണ്ട് ഇതാണ് ഇന്ന് എന്നെ വിളിച്ചു വരുത്തിയതിൽ നന്ദിയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഈ ടൈം മൊത്തം പ്രസിഡന്റായി തുടർന്നു അല്ലേ? 5 വർഷം ഫുള്ളായിട്ട് വാർഡ് 12. അവിടെ പാരാ ജയിച്ചേ? അവിടെ ശില്പ എന്ന് പറയുന്ന വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. അതിന് UDFന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. UDF അയച്ചു. താങ്കൾക്ക് സീറ്റ് നൽകിയില്ലേ അവസാന ഘട്ടത്തില്? ഞാൻ ആവശ്യപ്പെട്ടുമില്ല, ചോദിച്ചുമില്ല, തന്നാലും ചെയ്തിരിക്കുന്ന ആളായിരുന്നില്ല. എന്തുകൊണ്ട് BJPയുടെ ആശയങ്ങൾ നമ്മളവിടെ പഞ്ചായത്ത് കഴിക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വായനശീലത്തോടുകൂടിയും ഇതുകൊണ്ട് അറിയാൻ കഴിയുന്ന വായനയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം എന്ത് എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ അവിടെയാണ്. അവിടെയുള്ള വിവാഹിത ഇതെല്ലാം പാർട്ടി സംബന്ധിച്ച് അവനവന്റെ കാര്യങ്ങൾ നോക്കാനാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പഞ്ചായത്തിന് വേണ്ട വികസനത്തിന് കൂടുതൽ ആളുകൾ വരുമോ? താങ്കൾ ഒറ്റയ്ക്കാണോ ഇനി കൂടുതൽ ആളുകൾ താങ്കൾ കൂടെ വരുമോ? എന്നോട് കൂടുതൽ ആൾക്കാർ വരുവാൻ എന്നോട് സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു വഴി ഒരുക്കുക എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. ഇന്ന് കിട്ടിയ വിവരം കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും സംസാരിച്ചു. ഇന്ന് ഒറ്റയ്ക്കാണ് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് പൊൽപ്പുള്ളിയിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ വരാൻ ഇത്തവണ ആർക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്? ഇത്തവണത്തെ ഇലക്ഷൻ അങ്ങനെ ആർക്ക് വേണ്ടിയും ഇല്ലാതെ ഒരു മന്ത്രിപദ പ്രവർത്തനമായാലും വേണ്ടത് ഒരു വ്യക്തിപരമായി അങ്ങനെ ആരോടും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ BJP കുട്ടികളോട് നമ്മളെ പറ്റുന്ന സഹായ സഹകരണങ്ങൾ അവരോട് കുറച്ച് കാര്യങ്ങൾ മാത്രം പോയിട്ടില്ല. ഞാൻ ഇതിന്റെ മുൻപ് ബ്രാഞ്ച് സെക്രട്ടറി എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി അംഗത്വം മാത്രം. അതിപ്പോ അംഗത്വം ഇതിന്റെ മുൻപ് പുതുക്കേണ്ട സമയത്ത് ഞാൻ പുതുക്കിയില്ല. അംഗത്വം ഇല്ല. അതുവരെ കഴിഞ്ഞ സമ്മേളനം വരെ അംഗത്വം ഉണ്ടായിട്ടുണ്ട്. ശേഷമില്ല. ഞാൻ അംഗത്വം പുതുക്കിയിട്ടില്ല. അംഗത്വം പുതുക്കാതെ ഈ അഭിപ്രായ വ്യത്യാസം ആയിരുന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടർന്നു പോയി. ഇതുവരെ ഇന്നും പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്നുകൊണ്ടുവന്നു. അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ എന്നോട് അംഗത്വം കൊടുക്കാൻ പറഞ്ഞ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞ് എന്റെ വിമർശനങ്ങൾ പറഞ്ഞു. അത് എവിടെ കൊടുത്താലും അതിനൊരു അംഗീകാരമില്ല. അവിടെ കുറച്ച് വ്യക്തികൾ മാത്രം കൂടുന്നു. അല്ലാതെ ആരാണ് ഈ കുറച്ച് അത് പറഞ്ഞാൽ അവിടുത്തെ LC സെക്രട്ടറി AC മെമ്പറുമായിട്ടുള്ള അരുൺകുമാർ ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾ. എത്ര കാലങ്ങൾ സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച്? ബ്രാഞ്ചിൽ എത്ര കാലയളവില് ഒന്ന് പറയും? കാലയളവ് അതല്ല, എത്ര വർഷം മുതൽ? ഞാനിപ്പോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന്റെ മുൻ കാലഘട്ടങ്ങളിൽ 6.5 വർഷം
2014 മുതൽ 20 വരെ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചാണ് അല്ലേ? അതെ. ബ്രാഞ്ച് പൊൽപ്പുള്ളി തന്നെ കൊഴുപ്പ്, എറണാകുളം ബ്രാഞ്ച്. ഏതാ എറണാകുളം വേട്ടാങ്കുളം. വേട്ടാകുളം. ഓക്കെ. ഓക്കെ.